മുതലപ്പടിയിൽ പല പ്രാവശ്യമായി ഈ മരണം സംഭവിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്കൊരു മരണം സംഭവിച്ചിട്ട് ഞങ്ങളുടെ ഒരു സഹോദരൻ ഇന്ന് വെള്ളത്തിലേക്ക് ഇതുവരെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടില്ല. ആ മരണപ്പെട്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ചുമന്നുകൊണ്ട് വരുന്നത്. ഞങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ഒരു നല്ല മാർഗം കണ്ടുപിടിച്ചതിന് ശേഷമേ ഞങ്ങൾ ഈ സമരം അടങ്ങുകയുള്ളൂ. അതുകൊണ്ട് കണ്ണുനീരോടുകൂടി പ്രസവിച്ച അമ്മമാരാണ് ഈ കിടന്ന് സമരം വിളിക്കുന്നത്. ഇത്ര പേര് മരിച്ചിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. ഇതുവരെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെ ഒരു പരിഹാരവും ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ ജീവൻ പൊലിയുന്നേ. എന്താണ് പ്രധാനമായും സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്? മുതൽപ്പുഴയിൽ അപകടമുണ്ടാകാത്ത വിധി അവിടെ ആഴം കൂട്ടി സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ഇത് കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ ആൾക്ക് മരിക്കുമ്പോൾ പല പല പൊള്ള വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങളെ പറ്റിക്കുകയാണ്. ഇനിമേലെ പറ്റിക്കാൻ പാടില്ല ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്താണ് പ്രധാനമായും താങ്കളുടെ ആവശ്യം? ഞാൻ മുതലപ്പുഴ അഞ്ചുതെങ്ങിൽ നിന്ന് വരുന്ന ആളാണ്. തൊഴിലാളിയാണ്. ഞാൻ അഞ്ചുതെങ്ങിൽ നിന്ന് വരുന്ന ആളാണ്. ഇന്ന് രാവിലെ തന്നെ 2:30 മരണം നടന്നിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെ ഇതുപോലെ വഞ്ചിച്ച ഒരു സർക്കാർ തരുന്ന വാഗ്ദാനങ്ങൾ വെറും പൊള്ളയാണെന്നും ആ വാഗ്ദാനങ്ങളെല്ലാം അദാനിക്ക് വേണ്ടി അറബിക്കടലിൽ തള്ളുന്ന ഫിഷറീസ് വകുപ്പും മുഖ്യമന്ത്രിയും ഈ കൊലയാളികളെ ഈ സർക്കാർ കൊലയാളി സർക്കാർ എന്ന് പറയുവാനാണ് ഇവിടുത്തെ ലത്തീൻ സമുദായത്തിന് പറയുവാനുള്ളത്. നമുക്ക് തന്ന പല വാഗ്ദാനങ്ങളും കഴിഞ്ഞ മുതലപ്പുഴ മാർച്ച് കഴിഞ്ഞപ്പോൾ ഈ 3 മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ കൂടിയ 7 തീരുമാനങ്ങൾ അതിൽ ഒന്ന് പോലും നടപ്പിലാക്കാതെ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച ഈ സർക്കാർ ഈ മരണത്തിന് മറുപടി പറയണം. ഈ കൊല്ലുന്നവരെ മറുപടി പറയണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.